ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കാർ റിവ്യൂവിനെ കുറിച്ച് പറയാനാണ്. യെസ്, ഫൈനലി നമുക്ക് നമ്മുടെ സ്കോഡ കുഷാക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഓൾമോസ്റ്റ് ഒരു 45,000 കിലോമീറ്റർ നമ്മൾ ഓടിച്ചൊരു വണ്ടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 1.5 ലിറ്ററിൻ്റെ ഒരു പെട്രോൾ എഞ്ചിനാണ് തന്നിരിക്കുന്നത്. പവർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പവറാണ് കേട്ടോ. അതായത് നമ്മൾ കാല് കൊടുത്ത് നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നൊരു പവറാണ്. യൂഷ്വലി സ്കോഡ വണ്ടികളെ വേറൊരു വണ്ടിയുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല എന്നാണ് പൊതുവെ ഒരു ജനസംസാരം. അത് നമുക്ക് ഓടിച്ചാൽ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞ് വരുവാണെങ്കിൽ ഇവിടെ സ്കോഡയുടെ തനതായിട്ടുള്ളൊരു ഒരു പാറ്റേണിൽ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഗ്രില്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ നോർമൽ ഒരു ബമ്പ്, പിന്നെ അതേപോലെ ഒരു ഹണി കോമ്പിൻ്റെ ഒരു ഗ്രില്ല് വരുന്നുണ്ട്. ഇവിടെ ഒരു ബമ്പർ ലിപ്പ് പോലത്തെ ഒരു ഐറ്റം ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1-2 ചെറിയ തട്ടലൊന്നും അങ്ങനെ പൊട്ടിപ്പോകുന്ന കൂട്ടത്തിലല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞ് നമ്മുടെ ഈ സൈഡ് വ്യൂവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ സൈഡ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് നല്ല പരിചയമുള്ള ഒരു മുഖമായിട്ട് നിങ്ങൾക്ക് തോന്നും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വോക്സ് വാഗൻ്റെ ടൈഗർ സെയിം സ്ട്രക്ചറാണ് നമുക്ക് അവിടെ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു അലോയ് വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ഡിസ്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രേക്കിംഗ് പെർഫോമൻസ് എന്ന് പറയുകയാണെങ്കിൽ കാല് കൊടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ബ്രേക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ഓടിച്ച് നോക്കുന്ന സമയത്ത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കട്ടും ഫിനിഷിംഗ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഫിനിഷിംഗ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മേലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ടൈല് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതേപോലെ ബേസ് വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റിലും ഈ വ്യത്യാസം ആദ്യം നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് ഈ കാണുന്ന ഈ ഒരു ആൻറ്റി ഫോഗിൻ്റെ ഒരു കാണുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, അത് വരില്ല. അതേപോലെ നമുക്കിവിടെ ഒരു വൈപ്പറും വരുന്നില്ല ബേസിൽ കേട്ടോ. ടോപ്പ് എൻഡിൽ വരുന്ന സമയത്ത് നമുക്കവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ സ്കോഡയുടെ തനതായിട്ടുള്ളൊരു ബാഡ്ജ് വരുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കോഡ എപ്പോഴും ഈ എസിൻ്റെ മേലെ ഈ ഒരു ലെറ്റർ തരുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അറിയുന്നവർ ജസ്റ്റ് ഒന്ന് എനിക്ക് പറഞ്ഞതാ. ബാക്കിലെ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഡബിൾ ടോൺ ഡിസൈനാണ് വരുന്നത്. അതായത് ഈ ഒരു സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബോക്സി ടൈപ്പും, മേലേക്ക് വരികയാണെങ്കിൽ ഒരു BMW X1 കാണുകയാണെങ്കിൽ ലൈക്ക് ഇതിൻ്റെ ഒരു സിമിലാരിറ്റി നമുക്ക് തോന്നുന്ന ഒരു കട്ടിംഗ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വരികയാണെങ്കിൽ ഇത് നമുക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റും വരുന്നുണ്ട്, റിവേഴ്സ് ലൈറ്റും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഇതാണ് ഓവറോൾ ബാക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ ഇവിടെ നമുക്കൊരു ഷാർക്ക് ആൻറ്റിന വരുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫിനിഷിംഗ് എന്ന് പറയുന്നതൊക്കെ അല്ലേ, അത് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുകയാണെങ്കിൽ. പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ ഈ സെൻറ്ററിൽ മാത്രം സിൽവറും ബാക്കി മേലെ സ്കോഡയുടെ സെയിം പെയിൻറ്റിങ്ങിൽ വരുന്ന അതേ ഒരു ലിവറാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓവറോൾ നല്ല ഫിനിഷിംഗ് ആണ്. പിന്നെ അതേപോലെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് നമ്മൾ ഓടിക്കുകയാണ്, ഇപ്പോൾ നമുക്ക് മുന്നിൽ 2 പേര് ബാക്കിൽ ഒരു 3 പേര് വെച്ച് ഓടിക്കുകയാണെങ്കിൽ ഒത്തിരി അങ്ങ് ഇച്ചിരി താന്നാലും അടിമുട്ടാത്ത രീതിക്കുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ ഇതാണ് നമ്മുടെ ഔട്ടർ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി അകത്ത് കയറി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അകത്ത് കയറുവാണെങ്കിൽ അകത്തെ പ്രൊഫൈൽ എന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐ മീൻ ഒരു കാറിനകത്ത് കയറിയിട്ട് AC ടച്ചിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ സ്കോഡയിലാണ്. സോ ഇംപ്രസീവ്. ഇപ്പോൾ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ഇച്ചിരി ഒന്ന് കോമ്പാക്റ്റ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇതൊരു ലെതർ ടൈപ്പ് ഓഫ് ഒരു കോട്ടിങ് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. ഇപ്പോൾ നമ്മളൊരു ബേസിലേക്ക് പോവുകയാണെങ്കിൽ അത് നോർമലായിട്ടൊരു ഫൈബർ ടൈപ്പ് ആയിരിക്കും കേട്ടോ. ഈ ലെതർ ആയതുകൊണ്ട് തന്നെ പിടിക്കാൻ നല്ല സുഖമുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നമ്മളൊരു ഭയങ്കര ചൂടിലൊക്കെയാണ് പോകുന്നത്, നമ്മൾ കൈയൊക്കെ വേർതിരിക്കുകയാണെന്ന് പറയുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ട് ഒരു കുഴ എന്നുള്ള സാധനം അതിനകത്ത് വരുന്നില്ല. അതെനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ ഈ വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ സ്റ്റിയറിംഗ് തന്നെയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 സ്പോക്കാണ് കേട്ടോ. കാര്യം നമ്മൾ ഏതൊരു വണ്ടിയുടെ സ്റ്റിയറിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അഡീഷണൽ ഒരു സാധനം കൂടെ നമുക്ക് വരും. പക്ഷേ ഇതിനകത്ത് 2 സ്പോക്കേ വരുന്നുള്ളൂ. അത് കുറച്ചുകൂടെ ഒരു സ്പോർട്ടി ലെവലിലേക്ക് എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ സ്റ്റിയറിംഗിൽ കൺട്രോളിൽ പറയുകയാണെങ്കിൽ വോയിസ് കൺട്രോൾ വരുന്നുണ്ട്. ദെൻ ഇവിടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള വരുന്നുണ്ട്, പട്ടുകൾ മാറ്റാനുള്ളത്. ദെൻ നമുക്കിവിടെ ഒരു ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഈ 2 സ്പോക്ക് വരുന്ന വേറൊരു സ്റ്റിയറിംഗ് നിങ്ങൾക്ക് അറിയുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറ. മേ ബി ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കും, നിങ്ങളൊന്ന് പറ. ഓക്കെ, അത് കഴിഞ്ഞ് വരുവാണെങ്കിൽ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓടിക്കുന്ന വണ്ടികൾ എല്ലാത്തിലും ഇൻഡിക്കേറ്റർ ഞാൻ ഈ സൈഡ് ഇട്ട് ശീലിച്ച ഒരാളാണ്. ഒരു ലെഫ്റ്റ് സൈഡ് വരുന്ന ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് എന്നെ പോലുള്ള ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ ഒന്ന് കൺഫ്യൂസ് ആവും. പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്ററിന്റെ ലിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വരുന്ന 2 സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നൊരു സ്വിച്ച് കണ്ടോ, ഇത് നമുക്ക് നമ്മുടെ സ്പീഡ്, അതായത് നമ്മുടെ ക്രൂയിസ് കൺട്രോളിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു സ്വിച്ചാണ്. ദെൻ ഈ കാണുന്ന ഒരു കുഞ്ഞ സ്വിച്ച് കാണാവോ, ഈ സ്വിച്ചാണ് നമ്മുടെ ക്രൂയിസ് കൺട്രോൾ ഓഫും ക്യാൻസൽ ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ചാണ്. അത് കഴിഞ്ഞ് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആസ് യൂഷ്വൽ നമുക്ക് ലൈറ്റ്, വൈപ്പർ, മേൽ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ വൈപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വൈപ്പർ ഓട്ടോമാറ്റിക് വൈപ്പറാണ്. ഇപ്പോൾ മഴ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് തന്നെ സെൻസ് ചെയ്തിട്ട് അത് വൈപ്പർ ഓട്ടോമാറ്റിക്കലി ഓൺ ആവാറുണ്ട്.
ഇവിടെ നമുക്കൊരു വലിയൊരു സിസ്റ്റം, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തന്നിട്ടുണ്ട്. ഈ കാർ എന്നുള്ളൊരു ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം ഉണ്ട് ഈ മിറർ, വൈപ്പർ, മേൽ പറഞ്ഞ സാധനങ്ങളുടെ ഒക്കെ കൺട്രോൾ നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ എ സി കുറച്ചുകൂടെ പവർഫുൾ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. ഇവിടെ വരുന്ന സ്വിച്ച് എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെന്റിലേറ്റർ സീറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇത് ഞാനിപ്പോൾ അമർത്തിയതാണ്. ഓക്കെ ഫൈൻ. ഇവിടെ വെന്റിലേറ്റിംഗ് സീറ്റ് വരുന്നുണ്ട്, ഇവിടെ ഹസാർഡ് ലൈറ്റിൻ്റെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ വേറൊരു കാര്യമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ വണ്ടിയുടെ സെൻട്രൽ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഈ ഒരു ഭാഗത്തായിരിക്കും എല്ലാ വണ്ടിയുടെ സെൻട്രൽ ലോക്ക് സിസ്റ്റം വരുന്നത്. പക്ഷേ ഇതിൻ്റെ സെൻട്രൽ ലോക്ക് സിസ്റ്റം വരുന്നത് ഇവിടെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കണ്ടോ സെൻട്രൽ ലോക്ക് സിസ്റ്റം വരുന്നത്. അത് എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ എ സിയുടെ കൺട്രോൾ എല്ലാം വന്നിട്ട് ടച്ചിലാണ്. അതെനിക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ലൈക്ക് എനിക്ക് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം എനിക്ക് ഇവിടെ തന്നെ പറ്റുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഇതിൽ തന്നെ നല്ലതാണെങ്കിൽ ഒരു ചീത്തയും കൂടി കാണുമല്ലോ. അതേപോലെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയറിന് മേലെ കൈയും വെച്ച് പോവുകയാണ്. കൈ ജസ്റ്റ് അറിയാതെ പോയി തട്ടുവാണെങ്കിൽ ഇതേ ഓഫായി. ടച്ച് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു വിഷയമുണ്ട്, ഓഫായി പോയി. അങ്ങനെ ചെറിയൊരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ എന്നാലും ഒരേ സമയം ഞാൻ അതിശയിക്കുകയും ചെയ്തു, ഒരേ സമയം ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു തോന്നലും വന്നു. ഓക്കെ, വാട്ട് എവർ. ഗിയറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതൊരു ഓട്ടോമാറ്റിക് ഗിയറാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു ഗ്ലോസി ബ്ലാക്കിൽ എങ്ങനെ ഒരു സിൽവർ കോട്ടിങ്ങോട് കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ. കുറച്ചുകൂടെ പിടിക്കാൻ ഭയങ്കര ഹാൻഡിയാണ്, ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റിൻ്റെ ഒരു ബോക്സ് വരുന്നുണ്ട്. അതേ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് വണ്ടിയൊക്കെ ഓടിച്ച് നൈസായിട്ട് പോകാൻ പറ്റും. എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇത് ഈ കാണുന്ന ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്തത്ര ഹൈലൈറ്റ് ചെയ്ത് പറയാൻ മാത്രമേ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലൊക്കെ ആയിട്ട് തോന്നി. ഇനി ശരിക്കും ഇത് കാർബൺ ഫൈബർ ആണോ എനിക്കൊരു സംശയമുണ്ട്. അറിയുന്നൊരു ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ ടോപ്പ് ബോക്സ് വരുന്നുണ്ട്. ടോപ്പ് ബോക്സിൽ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു സ്വിച്ച് വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് തണുപ്പ് ഓണാക്കി വെക്കാം, വേണമെങ്കിൽ നമുക്ക് ഓഫാക്കി വെക്കാം. അത്ര വലിയ കാര്യമൊന്നുമല്ല, എനിക്കറിയാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ വാട്ടവർ. പിന്നെ അതേപോലെ സീറ്റിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ബക്കറ്റ് സീറ്റിലേക്ക് ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. മാരുതിയുടെ നമുക്കൊരു ജിമ്മിനി അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് വിറ്റാര അങ്ങനെയുള്ള വണ്ടിയിലേക്ക് ഇരുന്ന് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബംപ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഓക്കെ, സീറ്റിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. പിന്നെ ഈ ഒരു സീറ്റ് പെട്ടെന്ന് അഴുക്കാകുന്ന കൂട്ടത്തിലാണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ഇത് ഓൾമോസ്റ്റ് ഈ വണ്ടി വാങ്ങിച്ച് 2 വർഷത്തോളം ആയി. പക്ഷെ പെട്ടെന്ന് അങ്ങനെ അഴുക്കാവുന്ന കൂട്ടത്തിലൊന്നും അല്ല. പിന്നെ അതേപോലെ ഒരു വെന്റിലേറ്റഡ് സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കവറും കാര്യങ്ങളൊന്നും ഇടുന്നത് കുറച്ച് പ്രയാസമായിരിക്കും. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞ് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വെക്കുകയാണെങ്കിൽ ഫോൺ വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് ചാർജൊക്കെ കയറ്റി ഇങ്ങനെ നൈസായിട്ട് പാട്ടൊക്കെ കേട്ട് പോവാം. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, പുറകിലേക്ക് പോവാം. 3 പേർക്ക് സുഖമായിട്ട് ഇരുന്നിട്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സീറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ 2 പേരെ പോകുന്ന വെച്ചാലും കുറച്ചുകൂടെ വിശാലമായിട്ട് ഇരുന്നിട്ട് പോവാം. പുറകിൽ സീറ്റിംഗ് കംഫർട്ട് പറയുകയാണെങ്കിലും ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ടിലുള്ളതിനേക്കാളും ബാക്കിലുള്ളത് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തടസ്സമില്ല കേട്ടോ. നമുക്ക് 3 പേർക്ക് സുന്ദരമായിട്ട് ഇങ്ങനെ ഇരുന്ന് പോകാം. ലൈക്ക് ഇപ്പോൾ ഞാൻ ഇരുന്ന് കാണിച്ചാലോ. ഇപ്പോൾ ഞാനാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് കാല് വയ്ക്കാൻ ഒരു പ്രയാസമില്ല. ഇത് ബാക്കിയുള്ള വണ്ടിയിലാണെങ്കിൽ ഇവിടെ ഒരു മറ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വരും. അപ്പോൾ ഈ ഇരിക്കുന്ന ആൾ ഒന്നില്ലെങ്കിൽ കാല് ഇങ്ങനെയോ അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും. കംഫർട്ടബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന. പക്ഷേ എനിക്കിരിക്കാൻ ഞാൻ സൂപ്പർ കംഫർട്ടബിൾ ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് പുറകിലേക്ക് വേറെ പറയുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറകിലിരിക്കുന്നവർക്കൊക്കെ ചായ കുടിച്ച് സുഖമായി പോകാം. 2 പേരൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ രാജാവിനെ പോലെ ഇരുന്ന് പോകാം കേട്ടോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ഇവിടെയും കൈവച്ച് സുഖമായിട്ട് ഇങ്ങനെ നെളിഞ്ഞിരുന്ന് പോകാന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ സവിശേഷത. 3 പേർക്കും സീറ്റ് ബെൽറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പ് ഞങ്ങളൊരു മിനി ഓടിച്ചായിരുന്നു. ആ മിനിയുടെ ഒക്കെ സീറ്റ് ബെൽറ്റ് ഇരിക്കുന്നത് ഈ ഇവിടെ നിന്ന് 3ാമത്തെ ആണ്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊല പഴിപ്പിക്കാൻ കിട്ടിയ പോലെ ഇങ്ങനെ വലിച്ച് കയറ്റാം. പക്ഷെ അത് മോശമായിട്ട് പറയില്ല, അത് നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഇവിടെയും ഇവിടെ ഒരു സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ 3 ആൾക്കും സേഫ്റ്റിയുടെ കാര്യത്തിൽ സ്കോഡ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2 AC വെന്റ് വരുന്നുണ്ട് കേട്ടോ. ബാക്കിലേക്കും AC അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് ആണ്, പ്രൊവൈഡ് ചെയ്ത് തന്നെ ആവണം. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് 2 ചാർജിങ് സി ടൈപ്പ് ചാർജിങ് പോർട്ട് അവർ തന്നിട്ടുണ്ട്. അതുപോലെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഇരുട്ട് കൂടി ഇരിക്കുകയാണെന്ന് പറയുന്നത് നമുക്ക് സൺറൂഫ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാറ്റും മഴയും പൊടിയൊന്നും കൊള്ളാത്ത രീതിക്ക് ഇങ്ങനെ പോവാം. അങ്ങനെയല്ല, എനിക്ക് കുറച്ച് കാറ്റൊക്കെ വേണം പറയുന്നത് എവിടെ കാണുന്ന ഒരു സ്വിച്ച് കണ്ടായിരുന്നോ? ഈ സ്വിച്ച് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നു പോകും. ഇങ്ങനെ തുറന്നു പോയിട്ട് കുറച്ച് വെളിച്ചത്തിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണാം. കൊച്ചുങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ മേലെ കൂടെ അവരൊന്ന് കളിപ്പിക്കാനൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് പേഴ്സണലി ഈ സൺറൂഫ് വരുന്ന വണ്ടികൾ കുറച്ചുകൂടി ഇഷ്ടമാണ് കേട്ടോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്റ് മീൻസ് ഉള്ളിൽ ഒരു ഭയങ്കര സഫക്കേഷൻ ഫീൽ ചെയ്യുന്ന വെച്ച് ഇതൊക്കെ തുറന്നിട്ട് പോകാനൊക്കെ നല്ല നൈസായിരിക്കും. മഴക്കാലത്ത് തുറക്കാൻ പാടില്ല കേട്ടോ. അതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എഗൈൻ പുള്ളി ഇങ്ങനെ അടഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഇതും കൂടെ അങ്ങോട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലോസ് ആയി. ഓക്കെ, അപ്പോൾ ഉള്ളേരിയ എല്ലാം കഴിഞ്ഞു. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ബാക്കിൽ ബൂട്ട് സ്പേസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം.
ഇതേ എന്തോരോ സാധനങ്ങൾ അതിനകത്ത് ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അതേപോലെ എനിക്കിപ്പോൾ തോന്നിയൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോറ് തുറക്കുന്ന സമയത്ത് ഇതിന് ആക്ച്വലി ഒരു ബട്ടൺ അവർ നമുക്ക് ഒരു ബട്ടൺ ടൈപ്പ് അല്ല ഇതിൽ വരുന്നത്. ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബട്ടൺ. വലുതും കാണാവോ? ഇതിൽ ബട്ടണൊന്നും ഇല്ല. ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ച് ഞെക്കി പിടിക്കണം. അതേപോലെ ബാക്ക് ക്യാമറ വരുന്നത് ഇതിൻ്റെ അടിയിലാണ് കേട്ടോ. ഇത് താഴേക്ക് അവർ പ്രൊജക്റ്റ് ചെയ്ത് വെച്ച രീതിക്കാണ് ബാക്ക് ക്യാമറ അവർ നമുക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്ക് ക്യാമറ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസസ് ഒബിയസ്ലി വരണം. ഇവിടെ 3 സെൻസസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ ഓവർ കൊള്ളാം. നല്ലൊരു SUV നമ്മൾ വാങ്ങാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ കുഷാക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഓപ്ഷൻ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കയ്യിലാക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഇതിപ്പോൾ ബ്രേക്കിനൊക്കെ കാല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ആ വീഡിയോ ഒരു വലിവ് ഫീൽ ചെയ്തായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. അതായത് ഭയങ്കര സ്മൂത്ത് ആണ്. പിന്നെ ഈ സ്കോഡ വണ്ടികൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കോഡ വണ്ടികൾ കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലുള്ള വണ്ടികളായതുകൊണ്ട് തന്നെ ആ ഒരു പോക്കും വരവും നമുക്ക് ആ ഒരു ഓടിക്കുന്ന കംഫർട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് ഇരുത്തി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്കൊന്ന് വണ്ടി മുന്നിൽ എടുത്ത് നോക്കട്ടെ. അതിന്റെ കേറി പോകും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒറ്റ പോകില്ല. അതായത് സ്റ്റാർട്ടിങ് ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ അങ്ങനെ പുള്ളി ഇങ്ങനെ കേറി പോകും. നമ്മളെയും കൊണ്ട് പോകുന്ന പോലൊരു ഫീലാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത്. പിന്നെ അതേപോലെ റോഡ് എന്ന് പറയുന്ന സമയത്ത് ഇത് നമുക്ക് അറിയാം ഒരു അൺഈവൻ ആയിട്ടുള്ള സർഫസ് ഉള്ള ഒരു റോഡാണ്. പക്ഷേ എന്നാലും ഇത് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് അതിന്റെ സസ്പെൻഷൻ നല്ല രീതിക്ക് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. എനിക്കിപ്പോൾ തോന്നിയതാണ് കേട്ടോ. ഓരോ പ്രാവശ്യം ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും ശരി, ഓരോ ഗിയർ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഡ്രൈവിംഗിലേക്ക് ഇട്ടു ടകാന്നൊരു സൗണ്ട് വരുന്നുണ്ട്. ഐ മീൻ ഞാൻ റെഡിയാണ്, നീ എന്നെ എടുത്താൽ മാത്രം മതി എന്ന് പറയുന്ന രീതിക്ക് ലൈക്ക് അതുപോലത്തെ ഒരു തോന്നൽ. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ എടുത്ത് നോക്കാം കേട്ടോ. ഇതിന്റെ ആ ഒരു കാല് കൊടുക്കുന്ന സമയത്തുള്ള ആ ഒരു പവർ ഫീൽ ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നോക്കിക്കോണേ. കണ്ടോ, ലൈക്ക് ഞാൻ ആ സീറ്റിൽ അങ്ങനെ പതിഞ്ഞിരിക്കുകയായിരുന്നു. ഇനീഷ്യൽ ടോർക്ക് ഒരു രക്ഷയില്ലാത്ത ടോർക്കാണ്. ഇതൊന്നും ഓടിച്ച് ഐ മീൻ ഈ ഒരു ചെറിയൊരു ട്രിപ്പ് ഒന്നും ഓടിച്ച് നമുക്ക് മനസ്സിലാവില്ല. ഒരു ലോങ് ഒക്കെ ഓടിക്കുന്ന സമയത്താണ് ആക്ച്വലി ഇതിന്റെ പവർ ഫീച്ചേഴ്സ് മച്ചാൻ നമ്മളെയും കൊണ്ട് എങ്ങനെ കയറി പോവാണ്. പിന്നെ ബ്രേക്കും കുറച്ച് അത്യാവശ്യം റെസ്പോൺസീവ് ആണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതേപോലെ ബ്രേക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫ്രണ്ട് 2 ഡിസ്കും ബാക്ക് 2 ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഓക്കെ, ഓവറോൾ ഇത്രയൊക്കെ ഉള്ളൂ കുഷാക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഒരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.